കേരളത്തിലെ ഒരു ഇടത് സഹയാത്രികനും ആരോഗ്യ പ്രവർത്തകനുമാണ് ഡോക്ടർ ബി ഇക്ബാൽ. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം 2000 മുതൽ 2004 വരെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാഹിത്യ സംബന്ധമായ വിഷയങ്ങളെപ്പറ്റി പത്രങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ ബി ഇക്ബാൽ. ഇപ്പോഴിതാ കേരളത്തിൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ശക്തിപ്പെടുകയാണെന്നും സംസ്ഥാനം ആരോഗ്യ പ്രതിസന്ധിയിലേക്കെന്ന് സംശയമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധനായ ഇക്ബാൽ പറയുകയാണ്. പകർച്ചേതര പകർച്ചവ്യാധികളുടെ ഇരട്ട രോഗഭാരം പേറുന്ന സമൂഹമായി കേരളം മാറിയെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഇക്ബാൽ പറയുന്നു. വ്യക്തമായ കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത് കർമ്മപദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും പകർച്ചവ്യാധികളുടെയും മറ്റും സാന്നിധ്യം പരിഗണിച്ച് നെഗറ്റീവ് വെയിറ്റേജ് നൽകിയാൽ കേരളം ആരോഗ്യ മികവിൽ പുറകിലാവാൻ സാധ്യതയുണ്ടെന്നും ഇക്ബാൽ പോസ്റ്റിൽ പറയുന്നു. ഡോക്ടർ ബി ഇക്ബാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. കേരളം ആരോഗ്യ പ്രതിസന്ധിയിലേക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. കേരളത്തിൽ സമീപകാലത്ത് പകർച്ചവ്യാധികളുടെ വ്യാപനം ശക്തിപ്പെട്ടു വരികയാണ്. ഡെങ്കി, ചിക്കൻ ഗുനിയ, H1N1 വയറിളക്ക രോഗങ്ങൾ, എലിപ്പനി, വെസ്റ്റ് നൈൽ, മസ്തിഷ്ക ജ്വരം, സ്ക്രബ് ടൈഫസ്, കരിമ്പനി, കുരങ്ങുപനി തുടങ്ങിയ പകർച്ചവ്യാധികൾ കേരളത്തിൽ പ്രാദേശിക രോഗമായി ഏറിയും കുറഞ്ഞും നിലനിൽക്കുകയും നിരവധി പേരുടെ ജീവൻ വർഷം തോറും അപഹരിച്ചു വരികയുമാണ്. നിപ്പ, സിക്ക തുടങ്ങിയ രോഗങ്ങളും കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോളറ രോഗവും അതുമൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി പേപ്പട്ടി വിഷബാധയും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാർ വൈദ്യഗ്രന്ഥങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ള അമീബിയാസിസ് രോഗം തലച്ചോറിനെ ബാധിച്ച് ഏതാനും പേരും മരണമടഞ്ഞിരിക്കുന്നു എന്ന് ഇക്ബാൽ വ്യക്തമാക്കുന്നു. രോഗവിഷമ വൃത്തം എന്ന് തലക്കെട്ട് നൽകി ഇക്ബാൽ പറയുന്നത് ഇങ്ങനെ: പകർച്ചേതര പകർച്ചവ്യാധികളുടെ ഇരട്ട രോഗഭാരം പേറുന്ന സമൂഹമായി കേരളം മാറിയിരിക്കുകയാണ്. കേരളത്തിൽ പകർച്ചേതര രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടാറുള്ള പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘസ്ഥായി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. പകർച്ചേതര രോഗങ്ങൾ ഒരു വിഷമവൃത്തം പോലെ പരസ്പരം രോഗരൂക്ഷതയ്ക്കും കാരണമാകുന്നുവെന്നും പകർച്ചവ്യാധികൾ പ്രമേഹം പോലുള്ള രോഗങ്ങളെ മൂർച്ഛിപ്പിക്കുന്നു. പകർച്ചേതര അനുബന്ധ രോഗമുള്ളവരിലാണ് കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ മരണത്തിനും ഗുരുതരാവസ്ഥകൾക്കും കാരണമാകുന്നത്. രോഗപ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപേക്ഷ കൂടാതെ ജനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പകർച്ചേതര രോഗാതുരത നിയന്ത്രിക്കുന്നതിനായി വ്യക്തമായ കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത് ബൃഹത്തായ കർമ്മപദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. പകർച്ചവ്യാധികൾ തടയുന്നതിനായി കൊതുക് നശീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, ശുദ്ധജല ലഭ്യത എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈഡിസ് ഈജിപ്റ്റ് കൊതുകുകളുടെ സാന്ദ്രത കുറയ്ക്കാൻ കഴിയാതിരുന്നതിനാൽ മാരകമായ മഞ്ഞപ്പനിയും കേരളത്തിൽ എത്താൻ സാധ്യതയുണ്ട്. പ്രാണിജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി വെക്ടർ കൺട്രോൾ പ്രോഗ്രാം ഫലവത്തായി നടപ്പാക്കേണ്ടതുണ്ട്. അധികം പേരെ ബാധിക്കാതെയാണെങ്കിലും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിപ്പ, സ്ക്രബ് ടൈഫസ്, കരിമ്പനി, കുരങ്ങുപനി എന്നിവ നിയന്ത്രിക്കുന്നതിനായി അതത് രോഗങ്ങളുടെ സവിശേഷ രോഗ ഉറവിട വ്യാപന രീതികൾ പരിഗണിച്ച് ഉചിതമായ പൊതുജന ആരോഗ്യ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഭക്ഷ്യമാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നതാണ് തെരുവ് നായ്ക്കളുടെ വർധനയ്ക്കുള്ള പ്രധാന കാരണം. ഇത് തടയാൻ കർശന നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഫ്ലൂ വാക്സിനും രോഗം ബാധിച്ചാൽ ചികിത്സയ്ക്കായുള്ള ആന്റിവൈറൽ മരുന്നും ലഭ്യമാണെങ്കിലും H1N1 മൂലം വർഷം തോറും കുറഞ്ഞത് 50 പേരെങ്കിലും മരണമടയുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഫ്ലൂ പ്രതിരോധത്തിനുള്ള വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇതേപോലെ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും മരുന്ന് ലഭ്യമായ എലിപ്പനി മൂലമുള്ള മരണങ്ങളും തടയേണ്ടതാണ്. എലികളെ നിയന്ത്രിച്ചും പാടത്തും കന്നുകാലി തൊഴുത്തിലും മറ്റും ജോലി ചെയ്യുന്നവർ ഷൂസും കയ്യുറയും ധരിച്ചും എലിപ്പനി പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കേരളീയർ കൂടുതലായി ഉപയോഗിക്കുന്ന കിണർ വെള്ളത്തിലെ ജൈവ മാലിന്യം വളരെ കൂടുതലാണ്. വയറിളക്ക രോഗങ്ങൾക്ക് കാരണമായ E. coli കിണർ വെള്ളത്തിൽ വ്യാപകമായി കാണുന്നുണ്ട്. കക്കൂസ് നിർമ്മാണത്തിലെ അപാകതകളാണ് ഇതിനൊരു കാരണം. ഇക്കാര്യം വിശദമായി പരിശോധിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. സബ് സെന്ററുകൾ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇക്ബാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: രോഗചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നോട്ടു പോയിട്ടുണ്ട്. ആർദ്ര മിഷന്റെ ഭാഗമായി പകർച്ചേതര രോഗങ്ങൾ, മാനസിക രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം ക്ലിനിക്കുകൾ സ്ഥാപിച്ചും ആവശ്യ മരുന്നുകളെല്ലാം ലഭ്യമാക്കിയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
നമ്മുടെ പല താലൂക്ക്, ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഏത് സ്വകാര്യ ചെറുകിട വൻകിട ആശുപത്രികളിലെയും അതിശയിക്കുന്ന തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മനുഷ്യ വിഭവശേഷിയുടെയും ലഭ്യതയുടെയും കാര്യത്തിൽ വികസിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി സർക്കാർ ആശുപത്രി സേവനം സ്വീകരിക്കുന്നവർ 60 മുതൽ 70% കുതിച്ചുയർന്നിട്ടുണ്ട്. എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വിവിധ തലങ്ങളിലായി നമുക്കുള്ള സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പോഷണത്തിനുമായി പ്രവർത്തിക്കേണ്ട താഴെത്തട്ടിലുള്ള സബ് സെന്ററുകളുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. സബ് സെന്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി വിപുലീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരികയാണ്. അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ വെൽനസ് ക്ലിനിക്കുകൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ സെന്ററുകളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയുമാണ്. സബ് സെന്ററുകൾ ഏതു പേരിൽ അറിയപ്പെട്ടാലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ വിഭാഗങ്ങളുടെ അനുബന്ധങ്ങളായി മാറാതെ രോഗപ്രതിരോധത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന കേന്ദ്രങ്ങളാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുജനാരോഗ്യ ഇടപെടലുകൾ പ്രധാനമാണെന്നും ഇക്ബാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പൊതുജന ആരോഗ്യ ഇടപെടലുകളും കേരളം നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമാണ്. മെഡിക്കൽ കോളേജുകളിലെ സാമൂഹികാരോഗ്യ വിഭാഗം, അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ്, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ സാമൂഹ്യ ആരോഗ്യ വിഭാഗം, ഇവിടെയെല്ലാം ലഭ്യമായ 100 കണക്കിന് പൊതുജനാരോഗ്യ വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളം നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധികളെ സംബന്ധിച്ച് കൂടുതൽ സൂക്ഷ്മ പഠനങ്ങൾ നടത്തുന്നതിനും പൊതുജനാരോഗ്യ ഇടപെടലുമായി ഇവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയണം. വിവിധ ജില്ലകളിലുള്ള സർക്കാർ, സ്വകാര്യ മെഡിക്കൽ കോളേജുകളും പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ആരോഗ്യ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാനും ആരോഗ്യ പ്രോജക്റ്റും മറ്റും തയ്യാറാക്കാൻ അവരെ സഹായിക്കാനുമുള്ള പ്രവർത്തന പരിപാടി തയ്യാറാക്കണം. രോഗപ്രതിരോധത്തോടൊപ്പം രോഗനിരീക്ഷണവും ഫലവത്തായി നടത്തേണ്ടതുണ്ട്. ഇതിലേക്കായി ഇപ്പോൾ തന്നെ പകർച്ചവ്യാധി പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന PID സെല്ല് കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. രോഗനിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായി അമേരിക്കയിൽ മികവുറ്റ പ്രവർത്തനം നടത്തുന്ന CDCയുടെ മാതൃകയിൽ കേരളത്തിലും ഒരു കേന്ദ്രം സ്ഥാപിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. കേരളീയർ നേരിടുന്ന സവിശേഷ ആരോഗ്യ പ്രശ്നങ്ങൾ പഠനവിധേയമാക്കാനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആരോഗ്യ സർവകലാശാല ഇനിയും വൈകരുത്. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം തുടങ്ങിയ അംഗീകൃത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം ആരോഗ്യ മേഖലയിൽ വികസിത രാജ്യങ്ങൾക്ക് ഏതാണ്ട് തുല്യമായ സ്ഥാനം നേടിയതായി കരുതപ്പെടുന്നത്. എന്നാൽ വികസിത രാജ്യങ്ങളിൽ നിന്നും ആരോഗ്യ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ക്യൂബ, നിക്കാരഗ്വ, ശ്രീലങ്ക തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ തുടച്ചു നീക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പകർച്ചവ്യാധികൾ പലതും കേരളത്തിൽ കാണപ്പെടുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പകർച്ചവ്യാധികളുടെയും മറ്റും സാന്നിധ്യം പരിഗണിച്ച് നിഷേധ പരിഗണന നൽകിയാൽ കേരളം ആരോഗ്യ മികവിൽ മറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ പുറകിലാവാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു B. ഇക്ബാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്.